എന്തായാലും അടിപൊളിയായല്ലേ? പിന്നെ അടിപൊളിയായി. സിംഗപ്പൂർ പോണ്ടേ? പോണം പോണം. ആഹാ, വെട്ടം വീഴുമ്പോ തന്നെ എല്ലാം കുളിച്ച് കൂളിംഗ് ഗ്ലാസും വെച്ച് റെഡി ആയി നിൽപ്പുണ്ടല്ലോ. ചേട്ടാ, രാവിലെ 9 മണിക്ക് തള്ള ചായം കൊണ്ട് എന്നാൽ തിരിഞ്ഞു കിടക്കുന്ന പാർട്ടികളാ. ഷൂട്ടിംഗ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ 5 മണിക്ക് കുളിച്ച് റെഡി ആയിട്ട് മേക്കപ്പ് ഇട്ട്. അപ്പൊ ഉറക്കോ? ഉറക്കയില്ല, കറക്കി നമ്മളെയൊക്കെ ജീൻസിനകത്താക്കണാണ് ഇവരുടെ മെയിൻ പരിപാടി. അങ്ങനെ അറിയാവോ, നടിമാര് താമസിക്കുന്ന സ്ഥലത്ത് രാത്രി താമസിക്കാത്ത ആദ്യത്തെ കൺട്രോളർ ഞാനായിരിക്കും. പായ ചുമന്ന ആദ്യത്തെ കൺട്രോളറും താനായിരിക്കും. കറക്റ്റ്. വരണുണ്ടെണ്ണാ, വരണുണ്ട്. വിനോദ് സാറേ, കൊടുകൈ മനോഹർജി. ആദ്യം ഒരു കല്ലേടി ഉണ്ടായിരുന്നെങ്കിലും സംഗതി കളറായി. വണ്ടി എടു. ഞാനും കൂടി ബാക്കി കേറിയാൽ അല്ലേ വേണ്ട, മുന്നിൽ തന്നെ കയറാം. അണ്ണന് കാര്യം മനസ്സിലായില്ലേ? ഒരു ഹിറ്റ് മണക്കുന്നുണ്ടെന്ന്. മണത്താ മതി, പെണ്ണ് ഒതുങ്ങി കൈ പോയി. സിംഗപ്പൂരിന് പോകേണ്ടി വരുമോ? അണ്ണൻ കേറണ്ണ. ആയിക്കോട്ടെ. വണ്ടി ഇറ. അനുവേ, എടാ എഴുന്നേക്കടാ, എഴുന്നേക്ക് അനുവേ. അവളുമാരൊക്കെ പോയി. ആ മനോഹർ വിനോദം വന്ന് വിളിച്ചോണ്ട് പോയി. ഇത്ര വെളുപ്പിന് വന്നാ? സമയം എത്രയായിരുന്നാ? ഇത് നിന്റെ വർക്ക്ഷോപ്പിലെ പണിയല്ല സതി, ഉച്ചയ്ക്ക് തുടങ്ങാൻ. എടാ, പണി തീർന്ന വണ്ടിയൊക്കെ ആളെ വിളിച്ച് വേഗം ഇറക്കാൻ നോക്കാം. ഞാൻ കുളിച്ചിട്ട് വരാം. നമുക്ക് ശശിയേട്ടൻ അവിടെ ഒന്ന് പോവാം. എന്നാ പെട്ടെന്നോ. എങ്ങോട്ട് പോകുന്നു? അങ്ങോട്ട് നിർത്തും. അതല്ലേ അറിയാം. എടാ, മുതുവാതിരാക്കി മൂത്രം ഒഴിക്കാൻ ഇറങ്ങുമ്പോഴാണോ നിന്റെയൊക്കെ പ്രയത്ന കാര്യം പറഞ്ഞത്? ആരോടാ വിലങ്ങിയോ? എടാ, നീയൊക്കെ എന്റെ ഭാര്യയെ കണ്ടോ? നല്ല ചേച്ചി. അത് പറ. അവളെ കണ്ടന്റ് അന്ന് പോലെ എനിക്കൊരു വിലക്കം വന്ന. ആണല്ലേ? പിന്നെ ഇത് ഭയങ്കര പവറായിരുന്നു. അതവിടെ